നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് നിരാശ. കർഷകരെ ദുരിതത്തിലാക്കിയത് സീസൺ അവസാനിച്ചതും ഏലക്ക മുഴുവനായി വിറ്റൊഴിഞ്ഞതും ഉൽപാദനത്തിലുണ്ടായ കുറവും. ശരാശരി വില 3000 കടന്നിട്ടും വേണ്ടത്ര പ്രയോജനം ലഭിക്കാതെ കർഷകർ. അടിമാലി കുമളി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇനി നടക്കേണ്ടത് ആദ്യഘട്ട സർവേ നടപടികൾ പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ട നടപടികൾ. പരമാവധി ബൈപ്പാസുകൾ നിർമ്മിച്ച് സഞ്ചാരം സുഗമമാക്കുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നും എം പി. UDF സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള മലയോര സമരപ്രചരണ ജാഥയ്ക്ക് അടുത്ത മാസം 1 അടിമാലിയിൽ സ്വീകരണം നൽകും. അടിമാലിക്ക് പുറമെ കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. സ്വീകരണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട UDF ദേവികുളം നിയോജക മണ്ഡല നേതൃയോഗം നടന്നു. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഈ മാസം 20 ജില്ലയിൽ പ്രവേശിക്കും. 20 വൈകിട്ട് ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകും. 20, 21 തീയതികളിൽ ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തും. വിശദമായ വാർത്തകൾ. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് നിരാശ. സീസൺ അവസാനിച്ചതും ഏലക്ക മുഴുവനായി വിറ്റൊഴിഞ്ഞതും ഉൽപാദനത്തിലുണ്ടായ കുറവുമാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. ശരാശരി വില 3000 കടന്നിട്ടും കർഷകർക്ക് വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നില്ല. ഉൽപാദനവും ലേലകേന്ദ്രങ്ങളിൽ പതിവും കുറഞ്ഞതോടെ 1.5 മാസത്തിനു ശേഷം വീണ്ടും ഏലം വില 3000 കടന്നു. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ 3196 രൂപ വരെ ഏലത്തിന് ശരാശരി വില ലഭിച്ചു. 1.5 മാസം മുമ്പ് 2 ലേലത്തിലായി 1 ലക്ഷത്തിലധികം കിലോഗ്രാം പതിവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലെ അവസാന ലേലത്തിൽ 2 ലേലകേന്ദ്രങ്ങളിലായി ആകെ 87,048 കിലോഗ്രാം ഏലക്കയാണ് പതിഞ്ഞത്. സീസൺ കഴിഞ്ഞതോടെ ഉൽപാദനത്തിലുണ്ടായ കുറവ് ലേലത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏലം വിലയിലെ ചാഞ്ചാട്ടം വൻകിട വ്യാപാരികളുടെ ഇടപെടൽ മൂലമാണെന്ന് കർഷകർ പറയുന്നു. ഏലക്കായ്ക്ക് ഏലം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏലക്കായുടെ വില എന്ന് പറയുന്നത് ന്യായമായ ഒരു വിലയാണ്. പക്ഷെ ഉൽപാദനമില്ലാത്തത് കൊണ്ട് 1000 കിലോ കിട്ടിയിരുന്ന തോട്ടങ്ങളിൽ ഈ കൊല്ലം 100 കിലോ കായ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 500 കിലോ കായ ലഭിച്ച ഒരു വ്യക്തി മുൻ വർഷങ്ങളിൽ ലഭിച്ച ആൾക്ക് 50 കിലോ കായ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഏലക്കായുടെ സീസൺ തീർന്നു. ഈ ഒരു 1.5-2 മാസം ആയതുകൊണ്ട് ഏലക്കായ്ക്ക് ന്യായമായി ഒരു കർഷകൻ ആഗ്രഹിച്ചതായ ഒരു വില ഉയർന്നു വന്നിട്ട് ആ വില വന്ന സമയത്ത് കർഷകൻ്റെ കയ്യിൽ കായില്ലാതെ വന്നു. അപ്പോൾ കായ ഉള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ കച്ചവടക്കാരുടെ കയ്യിലും വൻ തോട്ടക്കാരുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുപോലെ തന്നെ വൻകിട വ്യാപാരികളുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുകൊണ്ട് കർഷകർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല. ഉൽപാദനം കൂടുതലുണ്ടായിരുന്നപ്പോൾ വിലയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ച് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയും സീസൺ അവസാനിച്ചപ്പോൾ സ്റ്റോക്കിസ്റ്റുകൾക്ക് ലാഭമുണ്ടാക്കാനായി വിപണിയിൽ ഇടപെടുകയും ചെയ്യുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കർഷകനെ സംബന്ധിച്ച് വില കുഴപ്പമില്ല, അവർ പിടിച്ചു. പക്ഷേ ആരുടെയെങ്കിലും ഏലക്ക ഇല്ലാത്തൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലേലം വിളിക്കുന്ന ആളുകൾ അവരൊത്തുകൊണ്ട് ലേലത്തിലെ വില ഇടിക്കും. വിളിച്ച ഗുണനിലവാരം ഇല്ലാത്ത വലിപ്പം കുറഞ്ഞ ഏലക്ക വീണ്ടും വീണ്ടും ലേലത്തിൽ കൊണ്ടുവച്ച് വില ഇടിക്കുന്നു. കർഷകരെ സംബന്ധിച്ച് ഉൽപാദന ചെലവ് കൂടുതലാണ്. അതുപോലെ തന്നെ കീടനാശിനി, വളപ്രയോഗം ഇതിനൊക്കെയും വില കൂടുതലാണ്. അപ്പോൾ ആനുപാതികമായിട്ട് അവർക്ക് വില ലഭിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിലയുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്കില്ല. എല്ലാം കുത്തക വ്യാപാരികളും വൻകിട കച്ചവടക്കാരും വാങ്ങി അരിച്ച് അത് സ്റ്റോക്ക് ചെയ്ത് വലിപ്പം കുറഞ്ഞോ ഗുണനിലവാരമില്ലാത്ത ഏലക്ക സ്റ്റോക്ക് ലേലത്തിലേക്ക് കൊണ്ടുവയ്ക്കുകയും ഇവരെല്ലാം കൂടെ ഒത്തുകൂടി വിലയിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് കാര്യക്ഷമമായിട്ട് ഇടപെടേണ്ട സർക്കാരോ സ്പൈസസ് ബോർഡ് പ്രതികളോ ഇടപെടുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. സീസൺ ആരംഭിച്ച ജൂണിൽ 2130 രൂപയായിരുന്നു ശരാശരി വില. ജൂലൈയിൽ 2245 രൂപയും ഓഗസ്റ്റിൽ 2300 രൂപ വരെയും ലഭിച്ചു. സെപ്റ്റംബറിൽ 2400 രൂപയും ഒക്ടോബറിൽ 2300 രൂപയുമായിരുന്നു ഏലം വില. നവംബറിലാണ് 3000 തൊട്ടത്. അതിനുശേഷം 1.5 മാസത്തോളം വില ഏറിയും കുറഞ്ഞും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. സീസൺ അവസാനിക്കാറായതോടെയാണ് ഇപ്പോൾ വില വീണ്ടും 3000 കടന്നത്. എന്നാൽ ഭൂരിഭാഗം ചെറുകിട കർഷകരും ഏലക്ക വിറ്റൊഴിഞ്ഞതിനാൽ വൻകിട കർഷകർക്കും വ്യാപാരികൾക്കും മാത്രമാണ് ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രയോജനം ലഭിക്കുക. 2019 ഓഗസ്റ്റിലാണ് ആദ്യമായി ഏലത്തിന്റെ ശരാശരി വില 4000 കടന്നത്. അടിമാലി കുമളി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ആദ്യഘട്ട സർവേ നടപടികൾ പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ട നടപടികളാണ് ഇനി നടക്കേണ്ടത്.
പരമാവധി ബൈപ്പാസുകൾ നിർമ്മിച്ച് സഞ്ചാരം സുഗമമാക്കുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നും MP പറഞ്ഞു. 3 ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ഭൂമി ഏറ്റെടുക്കലിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. 30 മീറ്റർ വീതിയിലാണ് അക്വിസിഷൻ നടക്കുന്നത്. നേരത്തെ 90 കിലോമീറ്റർ ആയിരുന്നു അടിമാലി കുമളിയുടെ ദൈർഘ്യം. അത് 77 കിലോമീറ്ററായി ചുരുക്കിയാണ്. എന്നുവെച്ചാൽ 13 കിലോമീറ്റർ കുറച്ചുകൊണ്ട് പരമാവധി ബൈപ്പാസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പം തന്നെ നേരത്തെ തന്നെ അംഗീകരിച്ച അടിമാലി കട്ടപ്പന ചെറുതോണി 3 ബൈപ്പാസുകൾ. അതിലിപ്പോൾ ചെറുതോണിയും കട്ടപ്പനയും അലൈൻമെന്റ് പൂർത്തീകരിച്ചിട്ടില്ല ബൈപ്പാസുകൾ. അപ്പം അത് കൂട്ടിച്ചേർത്തിട്ടില്ല. ബാക്കി ചെറിയ ചെറിയ ടൗണുകൾക്ക് ഉൾപ്പെടെ അടിമാലിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പനംകുട്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ബൈപ്പാസ് വരികയാണ്. പിന്നീട് ഈരിത്തോട്, ചേലച്ചൂട്, കരിമ്പൻ, അതോടൊപ്പം പിന്നീട് വരുന്ന തടിയമ്പാട്, അതോടൊപ്പം തന്നെ ചെറുതോണിയും കട്ടപ്പനയും കൂട്ടിച്ചേർക്കപ്പെടുന്നു. പിന്നീട് അതിനുശേഷം അനവിലാസം ഉൾപ്പെടെയുള്ള വെള്ളാരംകുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം പരമാവധി ബൈപ്പാസുകൾ സജ്ജീകരിച്ചുകൊണ്ട് റോഡിൻ്റെ സുഗമമായൊരു പാത ഉറപ്പുവരുത്തുന്ന അലൈൻമെന്റാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. 30 മീറ്റർ വീതിയിലാണ് ഇത്. അപ്പോൾ 3 ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ചതോടുകൂടി ഇനി 3D ആണ് വിജ്ഞാപനം ആയി വരേണ്ടത്. എന്നുവെച്ചാൽ കോമ്പൻസേഷൻ ഡിസ്പേച്ച്മെന്റ് ആണ്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ വളരെ വേഗത്തിലായി കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം വരുന്ന സാമ്പത്തിക വർഷത്തിലെങ്കിലും 2025 തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ് MP എന്നുള്ളതിൽ പ്രതീക്ഷ. UDF സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള മലയോര സമര പ്രചരണ ജാഥയ്ക്ക് അടുത്ത മാസം 1-ന് അടിമാലിയിൽ സ്വീകരണം നൽകും. അടിമാലിക്ക് പുറമെ കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കും. സ്വീകരണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് UDF ദേവികുളം നിയോജക മണ്ഡല നേതൃയോഗം അടിമാലിയിൽ നടന്നു. മലയോര മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടും ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടുകൾ തുറന്നുകാട്ടിയുമാണ് UDF സംസ്ഥാന കമ്മിറ്റി മലയോര സമര പ്രചരണ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. ജാഥയ്ക്ക് അടുത്ത മാസം 1-ന് അടിമാലിയിൽ സ്വീകരണം നൽകും. അടിമാലിക്ക് പുറമെ കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. സ്വീകരണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് UDF ദേവികുളം നിയോജക മണ്ഡല നേതൃയോഗം അടിമാലിയിൽ നടന്നു. ഐക്യജനാധിപത്യ മുന്നണി ജില്ലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപരിപാടികളുടെ ഒരു ഘട്ടമെന്നുള്ള നിലയിലാണ് നമ്മൾ സംസ്ഥാന UDF നടത്തുന്ന മലയോര ജാഥയ്ക്ക് ഈ ജില്ലയിൽ ഫെബ്രുവരി 1-ാം തീയതി നമ്മൾ സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. നവംബർ 20-ാം തീയതി ചെറുതോണിയിൽ കൂടിയ ജില്ലാ UDF കൺവെൻഷനിൽ വെച്ച് സമരപ്രഖ്യാപന കൺവെൻഷനിൽ വെച്ച് നമ്മുടെ സമരപരിപാടികൾ ആരംഭിക്കുകയും ഇടുക്കിയിലും അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലയിലും നമ്മളെ പ്രതിഷേധ റാലിയും വിചാരണ സദസ്സും സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മളിപ്പോൾ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന മലയോര ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടുക്കി ജില്ലയിൽ ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 10 മണിക്ക് അടിമാലിയിലും ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കട്ടപ്പനയിലും 4 മണിക്ക് കുമളിയിലും 3 സ്വീകരണ പരിപാടികളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. UDF നിയോജക മണ്ഡലം ചെയർമാൻ MP സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, മുൻ MLA AK മണി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെയും വിവിധ ഘടകകക്ഷികളുടെയും നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഈ മാസം 20-ന് ജില്ലയിൽ പ്രവേശിക്കും. 20-ന് വൈകിട്ട് ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് സംഘടന ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20-21 തീയതികളിൽ ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തും. വിലക്കയറ്റം തടയുക, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക തുടങ്ങി 14 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. കാസർഗോഡ് നിന്നും ഈ മാസം 13-ന് ആരംഭിച്ച ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സംഘടനാ സംസ്ഥാന സെക്രട്ടറി ES ബിജു ജാഥ ക്യാപ്റ്റനായി നടന്നുവരുന്ന ജാഥ ഈ മാസം 20-ന് ജില്ലയിൽ പ്രവേശിക്കും. 20-ാം തീയതി വൈകിട്ട് ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന ജാഥ കാസർഗോഡ് ജനുവരി മാസം 13-ാം തീയതി സമിതിയുടെ ആരാധ്യനായ പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയും കടന്നുപോകുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാണ് ഈ ജാഥ കടന്നു വരുന്നത്. ഏതാണ്ട് 14-നെയും വ്യാപാര സംബന്ധമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ജാഥ ഈ മേഖലയിലൂടെ കടന്നു വരുന്നത്. ഇടുക്കി ജില്ലയിൽ ജനുവരി മാസം 20-ാം തീയതി 3 മണിക്ക് അടിമാലിയിൽ സ്വീകരണത്തോടുകൂടി പര്യടനം ആരംഭിക്കുകയാണ്.
6 മണിക്ക് മൂന്നാറിലും 4 മണിക്ക് മൂന്നാറിലും 6 മണിക്ക് നെടുങ്കണ്ടത്തും ആദ്യത്തെ ദിവസത്തെ പര്യടനം അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം 21-ാം തീയതി രാവിലെ 10 മണിക്ക് കട്ടപ്പനയിൽ ആരംഭിച്ച് 11:30-ക്ക് ഇടുക്കിയിൽ സ്വീകരണം നടത്തി 2 മണിക്ക് തൊടുപുഴയിൽ വെച്ച് ഇടുക്കി ജില്ലയുടെ സ്വീകരണ പര്യടനം നടത്തിയാണ്. നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ: ഒന്ന്, GSTയിലെ അപാകതകൾ പരിഹരിക്കണം. നമ്മൾ അതിൻ്റെ വാടക ഇനത്തിൽ വരുന്ന 12% നികുതി ഏർപ്പെടുത്തിയിട്ടുള്ള നടപടികൾ പിൻവലിക്കണം. അടിമാലി, മൂന്നാർ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലൂടെ ജാഥ 20-ന് പര്യടനം നടത്തും. കട്ടപ്പന, ചെറുതോണി, തൊടുപുഴ എന്നിവിടങ്ങളിലൂടെ 21-ന് ജാഥ പര്യടനം നടത്തും. സംഘടനാ സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് വൈസ് ക്യാപ്റ്റനായും വൈസ് പ്രസിഡന്റ് എസ് ദിനേശ് മാനേജറായും ജാഥയ്ക്കൊപ്പമുണ്ട്. ജാഥയുടെ സമാപന സമ്മേളനം 25-ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ വെച്ച് നടന്ന സെമിനാർ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എന്താണ് മതനിരപേക്ഷത? സ്വാമി വിവേകാനന്ദൻ മതനിരപേക്ഷതയ്ക്ക് അഥവാ മതേതരത്വത്തിന് ഡെഫിനിഷൻ കൊടുത്തു. ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഒരു വിശ്വാസി അവന്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ വാചാലമായി സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ ഒരു അവിശ്വാസിക്ക് അവന്റെ ധാരണകളെക്കുറിച്ച് പറയാനുള്ള അവകാശം അംഗീകരിക്കപ്പെടുമ്പോഴാണ് രാജ്യത്ത് മതേതരത്വം പുലരുക. ഇതാണ് സ്വാമി വിവേകാനന്ദൻ ഇതിന് കൊടുത്ത ഡെഫിനിഷൻ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുള്ള ആളുകളാണ് വേദിയിലും സദസ്സിലും. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ അതിൻ്റെ പ്രിയാമ്പിളിൽ ആദ്യം സൂചിപ്പിക്കുന്ന വാചകം വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. തൊട്ടടുത്ത് ആ ഭരണഘടനയുടെ ആമുഖത്തിൽ ഏറ്റവും സുപ്രധാനമായൊരു വാചകം കൊടുക്കുന്നു. അതാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതിസമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണം. ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിഷയ അവതരണം നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ, SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിച്ചു മാധവൻ, ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് സുരേഷ് കോട്ടയ്ക്കകത്ത്, ഫാദർ മനോജ് വർഗീസ് ഈരാച്ചേരിൽ, കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ, KP മേരി, KG സത്യൻ, PB സബീഷ് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന തെക്കൻ മേഖല സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. കട്ടപ്പന ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VR സജി അധ്യക്ഷത വഹിച്ചു. കൈത്തർക്ക് തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITU നടത്തുന്ന തെക്കൻ മേഖല സംസ്ഥാന പ്രചരണ ജാഥയ്ക്കാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകിയത്. CK മണിശങ്കർ ക്യാപ്റ്റനും AM ഇക്ബാൽ വൈസ് ക്യാപ്റ്റനും, N സുന്ദരംപിള്ള മാനേജരും, KC രാജഗോപാൽ, TR സോമൻ, കോശി അലക്സ്, MA രാജഗോപാൽ എന്നിവർ അംഗങ്ങളുമായ ജാഥയാണ് കട്ടപ്പനയിലെത്തിയത്. കട്ടപ്പന ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VR സജി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സാധാരണക്കാരെയും തൊഴിലാളികളെയും കർഷകരെയും അവഗണിച്ച് വൻകിടക്കാരെ മാത്രം സംരക്ഷിക്കുകയാണ് മോദി സർക്കാർ. അതേസമയം കേരളത്തിൽ സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള വികസന പദ്ധതികളാണ് പിണറായി സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലെ ചുമട് തൊഴിലാളികളെ പോലെ ഉള്ള തൊഴിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാലും കഴിയില്ല. കാരണം ഇത് 1 വനമേഖലയാണ്, 2 കാർഷിക മേഖലയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. വലിയ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും ഗോഡൗണുകളും ഒന്നും വരിക എന്നുള്ളത് ഒരുപക്ഷെ തൊടുപുഴ പോലെയുള്ള പട്ടണം ഒഴിച്ചാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതിന് നേരത്തെ സൂചിപ്പിച്ച തടസ്സം ഈ മനേകാ ഗാന്ധി മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായപ്പോഴാണ് ഇന്നത്തെ ഒരുപാട് ദുരിതങ്ങൾ, അത് ചുമട് തൊഴിലാളികൾ മാത്രമല്ല, നമ്മുടെ മലയോര മേഖലയിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളും കുടുംബവും അനുഭവിക്കുന്നത്. ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക, MESA, ബെവ്കോ എന്നിവിടങ്ങളിൽ ധാരണയായ കൂലിവർധന നടപ്പാക്കുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക,
തൊഴിലാളി സംരക്ഷണത്തിന് ബദൽ നയം ഉയർത്തുന്ന LDF സർക്കാരിന് ശക്തി പകരുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ പര്യടനം നടത്തുന്നത്. കൊട്ടാരക്കര ഡിണ്ടുകൽ ദേശീയപാതയിൽ വാഹനാപകട പരമ്പര. ശബരിമല തീർത്ഥാടകരുടെ 2 വാഹനവും ചരക്ക് കയറ്റാൻ പോയ പിക്കപ്പ് വാനുമാണ് വണ്ടിപ്പെരിയാർ മേഖലയിൽ വ്യത്യസ്ത സമയങ്ങളിൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആദ്യ അപകടം നടന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ വാൻ വണ്ടിപ്പെരിയാർ 57-ാം മൈലിന് സമീപം റോഡിൽ നിന്നും നിയന്ത്രണം വിട്ട് തെന്നിമാറിയാണ് അപകടമുണ്ടായത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം മുൻപേ പോകുകയായിരുന്ന ലോറിയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. വാഹനത്തിൽ 17ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇതിനുശേഷമാണ് വണ്ടിപ്പെരിയാർ വാളാടി കവലയ്ക്ക് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് വാഹനം റോഡിൽ നിന്നും തെന്നിമാറി മൺഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. വണ്ടിപ്പെരിയാർ 57-ാം മൈൽ ട്രിനിറ്റി സ്കൂളിന് സമീപമാണ് മറ്റൊരു അപകടമുണ്ടായത്. കർണാടക സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം ഭിത്തിയിൽ ഇടിച്ചായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. വണ്ടിപ്പെരിയാർ പോലീസും ഹൈവേ പട്രോളിംഗ് സംഘവും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോലീസ് പരിശോധന കണ്ട് അമിത വേഗതയിൽ പിന്നോട്ടു പോയ കാർ കുഴിയിലേക്കും മറിയാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കട്ടപ്പന വെള്ളയാങ്കുടി വെട്ടിക്കുഴക്കവല റോഡിലാണ് ആൾട്ടോ കാർ അപകടത്തിൽപ്പെട്ടത്. കട്ടപ്പന ട്രാഫിക് പോലീസ് വെള്ളയാങ്കുടി വെട്ടിക്കുഴക്കവല റോഡിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഓൾട്ടോ കാർ ഇതുവഴി എത്തിയത്. വാഹനത്തിലുണ്ടായിരുന്നവർ പോലീസിനെ കണ്ട് ഭയന്ന വാഹനം പിന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണം. കാർ അമിത വേഗതയിൽ പിന്നോട്ടെടുത്തതിനിടയിൽ പിൻഭാഗത്തു നിന്നും വന്ന ഓട്ടോറിക്ഷയിൽ വാഹനം ഇടിക്കുകയും ചെയ്തു. കാർ കല്ലിൽ തട്ടി നിന്നതിനാൽ അഗാധമായ കൊക്കയിലേക്ക് മറിഞ്ഞില്ല. വെള്ളയാങ്കുടി സ്വദേശികളായ 3 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. സ്ഥലത്തുണ്ടായിരുന്ന കട്ടപ്പന ട്രാഫിക് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൂന്നാറിൽ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. മൂന്നാർ സ്വദേശി അശ്വിനാണ് പിടിയിലായത്. ബിയർ കുപ്പി പൊട്ടിച്ച് പോലീസിനെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. മൂന്നാർ ടൗണിന് സമീപം പൊതു ഇടത്തിരുന്ന് മദ്യപിക്കുന്നതായുള്ള പരാതി ലഭിച്ചതിനെ തുടർന്നെത്തിയ പോലീസ് സംഘത്തിന് നേരെയാണ് അശ്വിൻ ആക്രമണം നടത്തിയത്. ബിയർ കുപ്പി പൊട്ടിച്ച ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വീശി. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ സാഹസികമായി കീഴ്പ്പെടുത്തി. ഡ്യൂട്ടിയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക അടക്കം വിവിധ വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുത്തു. ഇയാൾ മുമ്പും വിവിധ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുക്കുടം സർക്കാർ ഹൈസ്കൂളിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം 24-ന് നടക്കും. ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് 24-ന് രാവിലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും. ചലച്ചിത്ര താരം സാജു നവോദയ മുഖ്യ അതിഥിയാകും. വൈകിട്ട് 4-ന് നടക്കുന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. സുവർണ ദീപ്തി എന്ന പേരിലാണ് മുക്കുടം സർക്കാർ ഹൈസ്കൂളിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത്. രാവിലെ 9:30 പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് പുനർജനി എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും. സംഗമം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം സാജു നവോദയ മുഖ്യ അതിഥിയാകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 24-ാം തീയതിയാണ് സുവർണ ദീപ്തി 2025 എന്ന പേരിൽ നമ്മുടെ സുവർണ ജൂബിലിയുടെ പരിസമാപ്തി മുക്കുടം ഗവൺമെന്റ് സ്കൂൾ നടത്തുന്നത്. രാവിലെ 9:30-ക്ക് പതാക ഉയർത്തലും അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മുഖ്യാതിഥിയായി എത്തിച്ചേരുന്നത് സാജു നവോദയ ആണ്. TV ആർട്ടിസ്റ്റാണ്, സിനി ആർട്ടിസ്റ്റാണ്. ഒപ്പം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികൾ വൈകുന്നേരം 4 മണിയോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയായി എത്തിച്ചേരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരടക്കം വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് നമ്മുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ പരിസമാപ്തിയിലെത്തുന്നത്. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് PN സജികുമാർ അധ്യക്ഷത വഹിക്കും. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. തുടർന്ന് സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും.
മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ നീഷ്, സംഘാടക സമിതി ചെയർമാൻ PN സുജികുമാർ, ജനറൽ കൺവീനർ P ഉഷ, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ CK ജയൻ എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് 6-ന് ആകാശവിസ്മയവും തുടർന്ന് ഗാനമേളയും നടക്കും. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഇടുക്കി ഡിവിഷൻ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ വൈദ്യുതി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നും കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV ലൈൻ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നെടുങ്കണ്ടം കട്ടപ്പന സബ്സ്റ്റേഷനുകൾ 110 kV ആയി ഉയർത്തണം. നിർമ്മല സിറ്റിയിലെ നിർദ്ദിഷ്ട 220 kV സബ്സ്റ്റേഷൻ നിർമ്മാണം ആരംഭിക്കണം. പീരുമേട് കട്ടപ്പന 110 kV ഇന്റർലിങ്ക് ലൈൻ സർവേ പൂർത്തീകരിക്കണം. ജില്ലയിലെ വിനോദസഞ്ചാര ശൃംഖല വിപുലീകരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കട്ടപ്പന കാർഡമം വാലി ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ 5 കൊല്ലത്തേക്ക് ഈ ആളുകളെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് കൊടുക്കണ്ട, ശമ്പള പരിഷ്കരണം വേണ്ട. 5 കൊല്ലം കൂടുമ്പോഴാണ് ശമ്പള പരിഷ്കരണം. 5 കൊല്ലം കഴിഞ്ഞാൽ പിരിച്ചുവിട്ടാൽ പിന്നെ അവന് ശമ്പള പരിഷ്കരണം കൊടുക്കണോ? വേണ്ട. PF വേണ്ട, പെൻഷൻ വേണ്ട, ആശ്രിത നിയമനം വേണ്ട, ഒരാനുകൂല്യം വേണ്ട. പുതിയ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ള സിദ്ധാന്തത്തിന്റെ പരീക്ഷണമാണ് ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ്. ഈ ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് ഏർപ്പാട് ചെയ്യുന്നതോടുകൂടി തൊഴിലാളിക്ക് കുറഞ്ഞ കൂലി കൊടുത്ത് അവന്റെ അധ്വാനം ഉപയോഗിച്ച് മുതലാളിമാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാം. മുതലാളിമാർക്ക് മാത്രമല്ല, സർക്കാരും ആ മാതൃക സ്വീകരിക്കാൻ. സർക്കാർ തന്നെ ആ മാതൃക സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എളുപ്പമായി. അതുകൊണ്ട് ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് മതി, സ്ഥിരം നിയമനം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കും. ഡിവിഷൻ പ്രസിഡന്റ് CS രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മനോജ്, സംസ്ഥാന ഭാരവാഹികളായ പ്രദീപ് C ശ്രീധരൻ, KB ഉദയകുമാർ, R ജ്യോതികുമാർ എന്നിവർ സംസാരിച്ചു. CS രാജേന്ദ്രനെ പ്രസിഡന്റായും PS സുരേഷിനെ സെക്രട്ടറിയായും R സന്തോഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കാഞ്ചാർ വെള്ളിലാങ്കണ്ടം കൽത്തൊട്ടി റോഡിൽ കഴിഞ്ഞ ദിവസം ചെയ്ത അറ്റകുറ്റപ്പണികളിൽ അശാസ്ത്രീയത ആരോപിച്ച് നാട്ടുകാർ. ടാറിംഗ് ചെയ്തിരിക്കുന്ന പല ഭാഗത്തും ആവശ്യമായ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്തു നിന്നും കൽത്തൊട്ടിയിലെ ബക്കട, മേപ്പാറ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ കഴിയുന്ന റോഡിലാണ് കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എന്നാൽ 2 കിലോമീറ്ററോളം ഭാഗത്ത് നടത്തിയിരിക്കുന്ന അറ്റകുറ്റപ്പണികളിൽ ക്രമക്കേടുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആവശ്യത്തിന് ടാറോ മെറ്റീരിയലുകളോ ഉപയോഗിക്കാതെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് പരാതി. ഈ സാഹചര്യത്തിൽ റോഡിന്റെ പല ഭാഗത്തും പുതുതായി ചെയ്ത ടാറിംഗ് പൊളിഞ്ഞിട്ടുണ്ട്. ഈ റോഡ് കഴിഞ്ഞ 10 മാസമായിട്ടുള്ളൂ രണ്ടാമത് ടാർ ചെയ്തിട്ട്. ഈ ആദ്യമേ ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ ചെയ്തേക്കുന്നത്. ഈ അശാസ്ത്രീയമായ ഈ ടാർ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായുള്ളൂ ഇത് ചെയ്തിട്ട്. ഇവിടെ 30ഓളം ഇപ്പോൾ ടാർ കൊണ്ടെന്ന് കമ്പനിക്കാർ വെച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് ആ മുഴുവൻ ടാറും കയറ്റിക്കൊണ്ട് പോയി. അങ്ങനെ ഈ റോഡിന് ഒരു ടാറും ചെയ്തിട്ട് ചുമ്മാ ആദ്യമേ ഏതാണ്ടൊരു കെമിക്കൽ ഒഴിച്ച് വെച്ച് ചുമ്മാ മിറ്റിൽ മാത്രം ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം ഈ റോഡ് നന്നായി കിടക്കണം എന്നുള്ളതാണ്. അതിന് ബന്ധപ്പെട്ട ആൾക്കാർ ഇത് വന്ന് സന്ദർശിച്ച് ഇതിന് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണം. വെള്ളിലാങ്കണ്ടം കൽത്തൊട്ടി റോഡ് നാളുകളായി തകർന്നു കിടക്കുകയായിരുന്നു. 3 തവണ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പിന്നീട് പല ഭാഗത്തും ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പുതുതായി ചെയ്ത ടാറിംഗ് കൂടി തകർന്നതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. അപകട സാധ്യത ഉയർത്തി ഉപ്പുതറ ടൗണിൽ നടപ്പാതയിലെ സ്ലാബുകൾ. കാലപ്പഴക്കത്താൽ ദ്രവിച്ച സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ്. ദിവസവും 100 കണക്കിന് ആളുകളും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്ന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്. ഉപ്പുതറ വില്ലേജ് ഓഫീസിന് സമീപത്ത് കാലപ്പഴക്കത്താൽ ദ്രവിച്ച സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ്. കഴിഞ്ഞ ദിവസം സ്ലാബിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ മുന്നറിയിപ്പ് സ്ഥാപിച്ചു. ഈ ഉപ്പുതറ ഈ വില്ലേജ് ഓഫീസിന്റെ സമീപത്തായിട്ട് ഓടയിലെ സ്ലാബുകൾ തകർന്ന് അപകടമായ രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-30 വർഷങ്ങൾ മുൻപിട്ട സ്ലാബുകളാണ്. ആ സ്ലാബുകൾ തകർന്ന പല ഭാഗങ്ങളിലും ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഈ സ്ലാബിൻ്റെ അവസ്ഥയെങ്കിലും. അത് തന്നെയല്ല, ചില ഭാഗങ്ങളിൽ അതിഭയങ്കരമായ ദുർഗന്ധം നമുക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്.
അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഈ വളവോട് മേഖലയിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ, വളവോട് വാഗമൺ തുടങ്ങിയ മേഖലയിലേക്ക് പോകുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഈ കഴുതിൻ്റെ കാണക്കാലിക്കട അങ്കിൾസ് ബേക്കറിയുടെ സമീപത്താണ് പാർക്ക് ചെയ്യുന്നത്. അവിടെ സ്ലാബ് വളരെ താഴ്ന്നു നിൽക്കുന്നത് മൂലം റോഡിൻ്റെ മധ്യഭാഗത്താണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. അതുമൂലം റോഡിൻ്റെ പകുതി ഭാഗങ്ങൾ നമുക്ക് ഉപയോഗക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഉണ്ടാകുന്നുണ്ട്. അത് ആ സ്ലാബ് അധികാരി അടിയന്തരമായിട്ട് ഈ പൊട്ടിയ സ്ലാബുകൾ നീക്കിക്കൊണ്ട് അടിയന്തരമായിട്ട് ഈ ടൗണിനെ PWD അനുവദിച്ച തുക അനുവദിച്ചുകൊണ്ട് റോഡിൻ്റെ വീതി കൂട്ടിയെടുക്കണം. അതുപോലെ സ്ലാബുകളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാലപ്പഴക്കത്താൽ ദ്രവിച്ച സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് നാട്ടുകാരും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാൽവരി മൗണ്ട് കൈരളി SIGയുടെ 25ാം വാർഷികവും കുടുംബ സംഗമവും നടന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് പാലാത്ത് ഉദ്ഘാടനം ചെയ്തു. കൈരളി SHG അങ്കണത്തിൽ വെച്ചാണ് 25ാം വാർഷികവും കുടുംബസംഗമവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചത്. ഫാദർ ജോബിൻ മാത്യു ഒഴാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തീർച്ചയായിട്ടും ഈ കൈരളി SHGയുടെ ഈ ജൂബിലി നിറവിലായിരിക്കുമ്പോൾ 25 വർഷത്തോളം ഒരു പ്രദേശത്തിന് മുഴുവൻ സേവനം കൊടുക്കുവാനായിട്ട്, അത് ഭൗതികമായിട്ടുള്ള നന്മകളിലൂടെ ഒത്തിരിയേറെ സേവനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നതിൽ തീർച്ചയായിട്ടും ഒത്തിരി അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഇന്ന് ഒത്തിരിയേറെ ആവശ്യങ്ങൾ കൂടിയിരിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് ആവശ്യങ്ങൾ ഇന്ന് കൂടുതലാണ്. പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇന്നുണ്ട് മനുഷ്യന്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചികിത്സയുടെ കാര്യങ്ങൾ, വീട്ടിലെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ആവശ്യങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ ആവശ്യങ്ങൾ ഇന്ന് കൂടിയിരിക്കുന്നു. സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഭാരങ്ങൾ വരാനായിട്ടുള്ള ഇടയായിട്ടുള്ള ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യതകളുടെയൊക്കെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഗാന്ധിജിയുടെ വിഭാവനത്തിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയുടെയൊക്കെ ഭാവി എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ വികസനമാണ്. ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിത രീതി ഉണ്ടാകുവാൻ കൃത്യമായിട്ട് ഗാന്ധിജി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ചെറിയാൻ കട്ടക്കയം എന്നിവർ അംഗങ്ങളെ ആദരിച്ചു. കൈരളി SHG പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തോമസ് തയ്യൽ അധ്യക്ഷനായിരുന്നു. ജൂബിലിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. സെക്രട്ടറി CB ഫിലിപ്പ് മാക്കൽ, വിനോദ് TD താഴ്ത്തുവീട്ടിൽ, സ്റ്റെബിൻ തോമസ് ഐമനത്തിൽ, ബിനോയ് TC താഴ്ത്തുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി നിർണ്ണയിക്കാത്തത് ടൂറിസം കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പോലും അതിർത്തി തർക്കത്തിൽ തട്ടി നടപ്പാക്കാനാവാത്ത സ്ഥിതിയാണ്. മലനിരകളാൽ ചുറ്റപ്പെട്ട മലങ്കര ജലാശയം മുതൽ കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങി വിവിധ ജില്ലകളുടെ ദൂരക്കാഴ്ചകൾ വരെ സമ്മാനിക്കുന്ന ഇടമാണ് ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി ഉയരമുള്ള ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് 100 കണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി എത്തുന്നത്. പൂഞ്ചിറ മലനിരകളുടെ ഒരു വശം കോട്ടയവും മറുവശം ഇടുക്കിയുമാണ്. എന്നാൽ 2 ജില്ലകൾ തമ്മിൽ കൃത്യമായി അതിർത്തി നിർണ്ണയിക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ വളരെ പ്രത്യേകതയുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഇലവീഴ പൂഞ്ചിറ.
ആ ഇലവിഴ പൂഞ്ചിറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ. അത് മാത്രമല്ല, ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്നാറിലെ അതേ കാലാവസ്ഥയുള്ള സ്ഥലം, അതുപോലെ തന്നെ മനോഹരമായ നല്ല റോഡുകളുള്ള, എല്ലാവർക്കും കയറി ഇവിടെ യഥേഷ്ടം വരാൻ കഴിയുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. ആ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ച് നൽകിയെങ്കിലേ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നവർക്ക് ഒരു വാഷ് ഏരിയയോ ഒരു ടോയ്ലറ്റോ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ വരുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് തന്നെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഈ വർഷം 25 ലക്ഷം രൂപ ഇവിടെ ടോയ്ലറ്റ് നിർമ്മാണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അത് നിർമ്മിക്കാൻ ആവശ്യമായുള്ള സാഹചര്യം ഇവിടെ ഇല്ല. കാരണം ഈ കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തി പ്രദേശമാണ് ഇലവിഴ പൂഞ്ചിറ. പക്ഷെ ഈ അതിർത്തി പ്രദേശത്തെ അതിർത്തി ഇതുവരെ വ്യക്തമായി നിർണ്ണയിക്കപ്പെടാത്തതിനാൽ ഇടുക്കി ജില്ലയുടെ എവിടെയാണ് ഒരു വാഷ് ഏരിയ നിർമ്മിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ആ ഫണ്ട് ലാപ്സായി പോവുകയാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും ഒക്കെ ടൂറിസം വികസനത്തിന് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം എന്ന പേരിൽ വലിയ വലിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇതുപോലെ പ്രകൃതി മനോഹരമായ ഒരു മേഖലയിൽ ഒരു സിനിമ പോലും നിർമ്മിച്ച സിനിമ കണ്ട ആളുകൾ ധാരാളമായി എത്തിച്ചേരുന്ന, ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്ന ഈ ഹിൽ സ്റ്റേഷനിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ഭരണപരമായ തർക്കങ്ങളുടെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താതെ പോകുന്നത് കൊണ്ട് ടൂറിസം മേഖലയ്ക്ക് നമുക്ക് ലഭ്യമാകേണ്ട യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ പോവുകയാണ്. ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകൾക്ക് കീഴിലാണ് ഇലവീഴ പൂഞ്ചിറ ഉൾപ്പെടുന്ന ഈ പ്രദേശം. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി ഇവിടെ ശുചിമുറി നിർമ്മിക്കാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്. താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം പ്രശ്നം ഉന്നയിച്ചെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് നിരാശ. കർഷകരെ ദുരിതത്തിലാക്കിയത് സീസൺ അവസാനിച്ചതും ഏലക്ക മുഴുവനായി വിറ്റൊഴിഞ്ഞതും ഉൽപാദനത്തിലുണ്ടായ കുറവും. ശരാശരി വില 3000 കടന്നിട്ടും വേണ്ടത്ര പ്രയോജനം ലഭിക്കാതെ കർഷകർ. അടിമാലി കുമളി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇനി നടക്കേണ്ടത് ആദ്യഘട്ട സർവേ നടപടികൾ പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ട നടപടികൾ. പരമാവധി ബൈപ്പാസുകൾ നിർമ്മിച്ച് സഞ്ചാരം സുഗമമാക്കുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നും MP. UDF സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള മലയോര സമരപ്രചരണ ജാഥയ്ക്ക് അടുത്ത മാസം 1 അടിമാലിയിൽ സ്വീകരണം നൽകും. അടിമാലിക്ക് പുറമെ കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. സ്വീകരണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട UDF ദേവികുളം നിയോജക മണ്ഡല നേതൃയോഗം നടന്നു. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഈ മാസം 20 ജില്ലയിൽ പ്രവേശിക്കും. 20 വൈകിട്ട് ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകും. 20, 21 തീയതികളിൽ ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.